എന്നുവെച്ചാ ഇതുവരെ നീ എന്റെ അച്ഛനെ കണ്ടിരുന്നത് ഒരുതരം ശത്രുതാ മനോഭാവത്തോടെയായിരുന്നു. തക്കാൻ കിട്ടിയ അച്ഛനെ കളിയാക്കാനും അച്ഛനായിട്ട് വട്ട് തട്ടാനല്ലേ നീ ശ്രമിച്ചിട്ടുള്ളൂ. ഇനി മുതൽ നീ അതൊന്ന് മാറ്റിപ്പിടിക്കണം. എത്രയൊക്കെ ആയാലും അതെന്റെ അച്ഛനല്ലേ. എത്ര ദുഷ്ടനാണെങ്കിലും എനിക്ക് അച്ഛന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കരുതി നീ നിന്റെ അച്ഛന്റെ കാര്യം എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കണ എന്തിനാ? ഒരാളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോ അയാളെ മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്, പിന്നെ അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരോടും എല്ലാത്തിനോടും നമുക്കൊരു ഇഷ്ടം തോന്നും. എന്നെ ഇഷ്ടപ്പെടുന്ന നീ എന്റെ അച്ഛനെ ഉൾപ്പെടെ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഇതെങ്ങാനും നടപടിയാവുന്ന കാര്യമാണോ? നിന്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കാണോ? നമുക്കിടയിലുള്ള സ്നേഹം നമുക്കിടയിൽ ഇരുന്നാ പോരെ? അപ്പോ നീ എന്നെ കല്യാണം കഴിക്കില്ലേ? പിന്നല്ലാതെ. ശരിക്കും? ശരിക്കും. എനിക്ക് നിന്നെ ആജീവനാന്തം എന്റെ കൂടെ വേണം. ഇതൊന്നും വേണ്ട. ഇന്ന് അമ്മയ്ക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സുധാമണി ചേച്ചിയാണ് അമ്മയ്ക്ക് സ്ഥിരമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ഇങ്ങക്കുള്ളതും കൂടി ചേർത്ത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി കൊണ്ടുവന്നത് ഞങ്ങൾ കഴിച്ചാ ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റ് ആയി പോവില്ലേ ചേച്ചി? ഞങ്ങളോടൊരു വാക്ക് ചോദിച്ചിട്ട് ചേച്ചി ഇത് പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു. ഇത്രയും നാളും ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നപ്പോ ഞാൻ കഴിച്ചത് സുധാമണി ഉണ്ടാക്കിയത് തന്നെയല്ലേ. എനിക്കിനിയും അത് മതി. അങ്ങനെയല്ല മാധവമ്മേ, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയ കഴിച്ചല്ലേ, ഇപ്പോ മരുമോൾ ഉണ്ടാക്കിയതും കൂടെ കഴിക്ക്. ആ നാവിന് കുറച്ച് രുചി വ്യത്യാസം വന്നോട്ടെ. അല്ലെങ്കിലും അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് മോന്റെയും മരുമോളുടെയും കടമയല്ലേ. അതുകൊണ്ട് മാധവമ്മ ഇനി കുറച്ചു നാള് ഇവരുണ്ടാക്കിയതും കൂടി കഴിക്കണം. കുറച്ചു നാളല്ല, ഇനി മുതൽ എന്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും ഞങ്ങൾക്കാവും. അത് നല്ല കാര്യല്ലേ അല്ലേ മാധവമ്മേ? സ്വന്തം മക്കളുടെ സ്നേഹവും കരുതലും എല്ലാം വയസ്സുകാലത്ത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് ഈ ലോകത്ത്. അങ്ങനെ നോക്കുമ്പോ എന്റെ മാധവമ്മ ഭാഗ്യവതിയല്ലേ. അതെ, നിങ്ങൾ തൊട്ടുമുന്നേ പറഞ്ഞതിലെ ധ്വനി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാലം അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷേ അത് എന്തും പറയാനുള്ള ലൈസൻസ് ആക്കി എടുക്കരുത്. അയ്യോ ശരത്തെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നു മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി ശരി, ചേച്ചി ഈ ഭക്ഷണം എടുത്തോണ്ട് പൊയ്ക്കോളൂ. കൂടുതൽ നേരം തുറന്നിരുന്നാലേ ചൂടാറിപ്പോ. മക്കളുടെ സന്തോഷല്ലേ മാധവമേ നമുക്ക് വലുത്. ഞാൻ പോട്ടെ. ഇതാമ്മേ. അവിടെ വെച്ചാ മതി, ഞാനെടുത്ത് കഴിച്ചോളാം.
ഹലോ സൈമണ. സൈമ, നീ? എന്റെ നമ്പറിൽ നിന്ന് പല തവണയായി ഞാൻ നിന്നെ വിളിക്കുന്നു. എടുക്കാത്തോണ്ടാ ഇപ്പൊ നമ്പർ മാറ്റി വിളിച്ചത്. നീ കാര്യം പറ സൈമ. കാശിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. അതിന് ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാ. ഇനി ഒരു അവധിയോ എക്സ്ക്യൂസോ ഇല്ല. ഇപ്പൊ നീ നിന്റെ പെങ്ങളുടെ അളിയന്റെ കൂടെയല്ലേ താമസം? വീടിന് പുറത്തുണ്ട് ഞങ്ങള്. ഒന്ന് അകത്തേക്ക് കയറി വന്നാ സൽക്കരിക്കോ നീ? സൈമ, സൈമ പ്ലീസ് വേണ്ട. ഇവിടെ കയറി ഒന്ന് അലമ്പുണ്ടാക്കരുത്. പറഞ്ഞ അവധിക്ക് മുമ്പ് തന്നെ ഞാൻ ക്യാഷ് തന്നിരിക്കും, ഉറപ്പാ. ഇനി ഇങ്ങനെ ഒരു റിമൈൻഡർ കോൾ പോലും ഉണ്ടാവില്ല. സൈമ, ഹലോ. സൈമന്റെ ക്യാഷ് കൊടുക്കണമെങ്കിൽ അപർണയെ കിരണിന് കിട്ടണം. ആ കോളനി ചെക്കനുമായുള്ള അപ്പുവിന്റെ കല്യാണം മുടക്കണം. എന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അതെ, എന്റെ ടെൻഷൻ മുഴുവനും അപ്പുവിന്റെ കല്യാണത്തെ പറ്റിയാ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയല്ലേ, പിന്നെന്താ കുഴപ്പം? ഇപ്പോഴെന്നല്ല, എപ്പോഴും കുഴപ്പമാ. ആ ബന്ധം നടക്കാൻ പാടില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. അപ്പുവിനോട് നമ്മൾ ആവുന്നതും പറഞ്ഞതല്ലേ. അവളുടെ മനസ്സ് മാറാതെ ഇക്കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, കല്യാണിന് മുടങ്ങണമെങ്കിൽ മനസ്സ് മാറണം. ഒന്നുകിൽ അപ്പുവിന്റെ അല്ലെങ്കിൽ ആ ചെക്കന്റെ. മോൾ ഉറങ്ങിയല്ലേ? ഞാൻ എടുത്ത് അകത്ത് കിടത്തട്ടെ അമ്മേ? ഇന്ന് അവൾ ഇവിടെ കിടന്നോട്ടെ. വല്ലപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യല്ലേ. ആ, ഇതെങ്ങനെ അമ്മയ്ക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഭാഗ്യാവുന്നേ? അമ്മയുടെ കൊച്ചുമോളല്ലേ മാളു? അമ്മ ഇവിടുത്തെ താമസം മതിയാക്കി ഞങ്ങളോടൊപ്പം വന്നാ ഇത് അമ്മയ്ക്ക് എന്നും കിട്ടുന്ന ഭാഗ്യമാവില്ലേ? അത് ശരത്തേട്ടൻ പറഞ്ഞത് ശരിയാ. എത്ര തവണയായി വിളിക്കുന്ന അമ്മേ? ഈ കോളനിയിലുള്ളവരെല്ലാം അമ്മയ്ക്ക് സ്വന്തമാണെന്നറിയാം. എന്ന് വെച്ച് ശരത്തേട്ടനും ഞാനും മാളൂട്ടിയൊന്നും അമ്മയ്ക്ക് ആരുമല്ലേ? അമ്മേ, ദേ ഓണമാണ് വരുന്നേ. നമുക്ക് ഒരുമിച്ച് നാട്ടിൽ പോയി പഴയതുപോലെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. ഇത്തവണത്തെ ഓണം നാട്ടിൽ പൊടി പൊടിക്കാം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടം വിട്ട് ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. റാണി പറഞ്ഞതുപോലെ ഇവിടെയുള്ളവരും നിങ്ങളും ഒക്കെ എനിക്ക് സ്വന്തം തന്നെയാ. എന്നുവെച്ചാ ഇപ്പൊ ഇവിടെയുള്ള എന്റെ ചുറ്റുപാടുകളായിട്ട് ഞാൻ ഒരുപാട് പൊരുത്തപ്പെട്ടു പോയിരിക്കുന്നു. ഇവിടുന്ന് പെട്ടെന്ന് മാറി നിന്ന കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാവും ഞാൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്റെ പ്രായത്തിലെത്തണം. സ്വന്തം മക്കളുടെ ഒപ്പം വന്ന് താമസിക്കാൻ അമ്മമാർ കാണിക്കുന്ന വിമുഖത അറിയണമെങ്കിൽ എന്തിനാ ഈ പ്രായത്തിലെത്തുന്നത്? ഇത് അമ്മയുടെ പിടിവാശി മാത്രമാ. അത് മാളൂട്ടിയുടെ പ്രായത്തിലും മനുഷ്യർക്ക് മനസ്സിലാവും. മോനെ, ഇത് വാശിയും വിദ്വേഷമൊന്നും അല്ല. ഈ കോളനിയിലുള്ളവരെല്ലാം എന്റെ സ്വന്തക്കാരാണ്. പക്ഷേ ആരും എന്റെ രക്തബന്ധങ്ങളല്ല. എനിക്ക് വേണ്ടി അവർ ചെയ്യുന്നതൊന്നും കടമയായിട്ടല്ല, ഒരു ത്യാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ അവർ സഹായിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പരാതികളൊന്നുമില്ല. രക്തബന്ധമാകുമ്പോൾ അതുണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്തായാലും ഇത്ര കാലം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണാൻ വന്നതിലും എന്നോടൊപ്പം കഴിഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്പം അകന്നിരിക്കുമ്പോൾ ഈ സ്നേഹം നിലനിൽക്കും മക്കളെ. മക്കള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. മാളുമോൾ ഇന്ന് എന്റെ ഒപ്പം കിടന്നോളൂ. നേരെ ഒത്തിരി വൈകി.
ഗുഡ് നൈറ്റ്. സുധേച്ചി, സുധേച്ചി, അമ്മ, അമ്മ, എന്താ? പുറത്താരോ വിളിക്കുന്നു. ആരാ? എന്താ രമണ, നീ എന്തിനാ എന്റെ പേരും വിളിച്ചിങ്ങനെ നിലവിളിക്കുന്നത്? കേറി വാ. സുധേച്ചി, ഇന്നലെ ഞാൻ ചോദിച്ചതുണ്ടോ? ഇന്നലെ നീ എന്നാ എന്നോട് ചോദിച്ചേ? ചേച്ചി ഇതങ്ങ് മറന്നുപോയോ? ഓ, 2500 റുപ്യല്ലേ? അടുക്ക ഇപ്പൊ എടുത്തോണ്ട് വരാം. ബാലുമോനെ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരുവിധമായി ഏട്ടാ. തുണിയും സ്വർണമൊക്കെ എടുത്തു അല്ലേ? ആ, എടുത്തു. എന്നാ രമണ പൈസ. അല്ല, എന്താ ഇപ്പൊ പൈസക്ക് പെട്ടെന്നൊരു അത്യാവശ്യം? ഓണം ഇങ്ങനെ അടുത്തില്ലേ ചേച്ചി? നമ്മുടെ കയ്യിൽ ഉണ്ട് പോലും ഇല്ല പോലും. കൊച്ചുങ്ങൾക്കെങ്കിലും ഒരു പുത്തൻ എടുക്കണ്ടേ? പിന്നല്ലാണ്ട്. അല്ലെങ്കിൽ മറ്റെല്ലാരും ആഘോഷിക്കുമ്പോ പിള്ളേർക്ക് അതൊരു വിഷമാവൂലേ? പണ്ടൊക്കെ കാണാൻ വിറ്റ് ഓണം ഉണ്ണണമെന്നായിരുന്നു. അപ്പൊ കടം മേടിച്ചൊന്ന് മാറ്റി പറയേണ്ടി വരും. ആന്ന് സാരമില്ല, നീ പോയി തുണിയെടുത്ത്. ശരി ചേച്ചി. ശരി. നല്ലപ്പോ ഓണം നന്നാവണം എന്ന് കേട്ടിട്ടുണ്ടാ ബാലു നീ? ഇല്ല, എന്താ അത്? നല്ലപ്പോഴോണം എന്ന് വെച്ചാ ആദ്യത്തെ ഓണെന്നാ നാട്ടുഭാഷയാ. നിന്റെ അപർണന്റെ കല്യാണ നിശ്ചയത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓണാ ഇത്. അതിനെന്താ? അതിനെന്താന്നാ, ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നിശ്ചയം എന്ന് പറയുന്നത് പാതി കല്യാണ. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഓണപ്പുടവ എടുത്തു കൊടുക്കണം. കല്യാണ ഡ്രസ് എടുക്കാൻ പോയപ്പോ അമ്മയ്ക്ക് ഇത് ഓർമ്മയില്ലായിരുന്നോ? അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ ഓണപ്പുടവ കൂടി എടുത്താൽ മതിയായിരുന്നല്ലോ. മതിയായിരുന്നു, അന്നേരത്ത് ഞാനത് ഓർമ്മിച്ചില്ല. സത്യത്തിൽ ഈ കല്യാണ തിരക്കിനിടയില് ഓണത്തിന്റെ കാര്യങ്ങൾ ഞാനങ്ങ് വിട്ടുപോയി. ഓണത്തിന് ഇനി 4-5 ദിവസമേ ഉള്ളൂ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഓണത്തിന് ഒഴിയാൻ നോക്കിയാ നമ്മക്കതൊരു നാണക്കേടാവും. അപർണേന്റെ വീട്ടുകാര് നാട്ടു നടപ്പൊക്കെ അറിയുന്നവരായിരിക്കും. ഇപ്പൊ എന്ത് വേണമെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്? നീയും അപർണയും ഒരുമിച്ചുള്ള ആദ്യത്തെ ഓണല്ലേ, അതൊരു ആഘോഷാക്കണം. എങ്ങനെ? അപർണേനെയും വീട്ടുകാരെയും ഈ ഓണത്തിന് നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. നല്ല ഒന്നാന്തരം സദ്യവട്ടം ഒരുക്കി ഒരുമിച്ച് പൂക്കളം ഇട്ട് ഈ ഓണം ഒരു ആഘോഷാക്കി മാറ്റണം നമുക്ക്. ആയിക്കോട്ടെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മൾ ഈ കോളനിക്കാരുടെ ഓണാഘോഷത്തിന് വിളിച്ച അപർണേന്റെ വീട്ടുകാര് വരൂ? അതൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. എന്തായാലും ഒരു ഉറപ്പ് ഞാൻ തരാം. അപർണ ഓണം ആഘോഷിക്കാൻ പോകുന്നത് നമ്മളോടൊപ്പം ആയിരിക്കും. പിന്നെ വീട്ടുകാരുടെ കാര്യം അത് അപർണ നോക്കിയോളൂ. എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ച് പറയും. അല്ലെങ്കിൽ ഓണായിട്ട് അവര് വേറെ വല്ല പരിപാടി ആസൂത്രണം ചെയ്ത് കളയും. ഞാൻ ഇപ്പൊ വിളിക്കാം. വിളിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കും, ഞാൻ ഭക്ഷണം എടുത്തൊക്കെ. നീ പറയുന്ന കേട്ടാ തോന്നും ഇതിനെല്ലാം കാരണം ഞാനാണെന്ന്. നിങ്ങൾ ഈ ചാടിക്കടിക്കാതെ കാര്യം പറയുന്നത് കേക്ക്. എത്ര ദിവസമെന്ന് വെച്ചാ അമ്മയുടെ മനമാറ്റം പ്രതീക്ഷിച്ച് ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? അതിനാണെങ്കിൽ വെറുതെ വേര് പിടിച്ചു പോത്തേ ഉള്ളൂ. 1-2 അല്ല, കോടികൾ വിലമതിക്കുന്ന ഭൂമിയാ. സ്വത്തായാലും ഭൂമിയായാലും മനുഷ്യന് ആയുസ്സും ആരോഗ്യമുള്ള കാലത്ത് കിട്ടണം. അല്ലാതെ ചാവാൻ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോ അത് കിട്ടിയിട്ട് എന്തിനാ? എന്റെ പൊന്നു റാണി, നീ പറയുന്ന പോലെ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണോ ഇത്? അതിനൊക്കെ അതിൻ്റെതായ സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി വഴിക്ക് വരുത്തി കൊണ്ടുപോകണം. അതിന് ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അല്ലെങ്കിലും നീ ഒറ്റ ഒരുത്തി കാരണമാണ് അമ്മ വീട് വിട്ടിറങ്ങിയത്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. പിന്നെ നിങ്ങളുടെ അമ്മയാണെന്ന് കരുതി അവരുടെ താളത്തിന് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. കാലാകാലത്തോളം വേണ്ടല്ലോ. കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാകുന്നത് വരെയെങ്കിലും നിനക്കൊന്ന് ക്ഷമിക്കാൻ പാടില്ല റാണി.
അന്നൊക്കെ ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞായിരുന്നു പരാതി. ഇപ്പൊ എന്തായി? സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയായി. എന്തായാലും ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിനെ ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. അതിനുള്ള വഴിയൊക്കെ ഈ റാണി കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ പ്ലാൻ? നിങ്ങൾ പറഞ്ഞാലല്ലേ അമ്മ കേൾക്കാതുള്ളൂ. വേറൊരാള് പറഞ്ഞ അമ്മയുടെ മനസ്സലിയും. സൂപ്പർ ചട്നി. ഈ ചട്നി അച്ചമ്മയുടെ റെസിപ്പിയാ. ആണോ? ആന്നേ. ഇതുപോലെ എന്തെല്ലാം രുചിയുള്ള ഭക്ഷണ സാധനങ്ങൾ അച്ചമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നറിയാമോ? അപ്പോ അച്ചമ്മ നമ്മുടെ കൂടെ വീട്ടിലേക്ക് വന്നാ ഇതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കിട്ടുമല്ലേ? പിന്നെ അല്ലേ, മാളൂട്ടി പറയേണ്ട താമസം അച്ചമ്മ എല്ലാം ഉണ്ടാക്കി തരും. മോള് വരാൻ പറഞ്ഞ അച്ചമ്മ വരും. പക്ഷെ വെറുതെ പറഞ്ഞാ പോരാ, മോള് നിർബന്ധിക്കണം. അതുമാത്രമല്ല, അച്ചമ്മയ്ക്ക് ഒരുപാട് കഥകൾ അറിയാം. ആ കഥകളൊക്കെ മോൾക്ക് കേക്കണ്ടേ? വേണം, എനിക്ക് ഒരുപാട് കഥകൾ കേൾക്കണം. നമ്മൾ അച്ചമ്മയെ ഇവിടെ തനിച്ചാക്കി പോയാ അത് മോൾ എങ്ങനെയാ കേൾക്കുക? ഞാൻ എന്തായാലും അച്ചമ്മയെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോവില്ല. നമ്മുടെ കൂടെ കൊണ്ടുപോകും. ഇപ്പൊ ഞാൻ മാളൂന്റെ കൂടെ ഇല്ലെങ്കില് മോൾക്ക് സങ്കടാവൂലേ? ആവും. എന്താ കാര്യം? അമ്മ എന്റെ അമ്മയല്ലേ. അമ്മ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ മാളൂട്ടിക്ക് സങ്കടാവും. അപ്പൊ അച്ചമ്മ ആരാ? അച്ഛന്റെ അമ്മ. അപ്പൊ അച്ഛന്റെ അമ്മ അച്ഛനോടൊപ്പം ഇല്ലെങ്കില് അച്ഛന് സങ്കടാവൂലേ? ആവും. പക്ഷെ എന്താ അച്ഛന്റെ അമ്മ അച്ഛന്റെ ഒപ്പം ഇല്ലാത്തത്? അത് അച്ചമ്മ വരാത്തോണ്ടാ. അച്ചമ്മ വന്ന മോൾക്ക് ഒരുപാട് കഥകൾ കേൾക്കാം. ഇതുപോലെ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാം. മോളുടെ അച്ഛന് സന്തോഷാവും. അപ്പൊ ഇതെല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം? അച്ഛമ്മ നമ്മുടെ കൂടെ വരണം. ഞാൻ എന്തായാലും അച്ഛമ്മ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരും. അമ്മ നോക്കിക്കോ, ഞാൻ പറഞ്ഞ അച്ഛമ്മ കേൾക്കും. അച്ഛമ്മ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ലാന്ന് അച്ഛമ്മയോട് പറയും. ഗുഡ് ഗേൾ. മോള് വിളിച്ചാ മാത്രമേ അച്ഛമ്മ വരൂ. നല്ല സമയം നോക്കി എന്റെ പൊന്നു മോള് അച്ഛമ്മയെ നിർബന്ധിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊപ്പം വരാമെന്ന് സമ്മതിപ്പിക്കണം. അത് ഞാൻ ചെയ്തോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കെ. മിടുക്കി. ചൂളമടിച്ച് കളിച്ച് രസിച്ച് എങ്ങോട്ടാ നീ പോകുന്നു? എങ്ങോട്ടാ ഇത്ര തിരക്കിട്ടിട്ട്? എനിക്ക് ഒരു റേസർ വാങ്ങാൻ പോണം. ഗണേശന്റെ കടയിലേക്കാണോ നീ ഇസ്തിരി ഇട്ട ഷർട്ട് ഇട്ടിട്ട് പോകുന്ന? അതെനിക്ക് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കൂടെ പോവാനുണ്ട്. നോക്കട്ടെ. ഷേവ് ചെയ്യാൻ ഈ മോന്തയിലൊരു കുറ്റിമുടി പോലും ഇല്ലല്ലടാ. ഇപ്പൊ ഇല്ലെന്നല്ലേ ഉള്ളൂ, വരുമല്ലോ. മതി മതി ഉരുണ്ട് കളിച്ച്. അട ചെക്ക, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ചുറ്റിക്കളിയല്ലോ ഞാൻ അറിയുന്നുണ്ട്. മോനാച്ചെടി അധികം നട്ട് നനക്കണ്ട, മുളയിലേ നുള്ളി കളഞ്ഞേക്ക്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ എന്റെ സാഗറെ. നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ട് ഞാനും വന്ന്. ആ കീർത്തനയായിട്ടുള്ള നിന്റെ എല്ലാ ഇടപാടും ഈടെ വെച്ച് മതിയാക്കിക്കോ. തീക്കൊള്ളി കൊണ്ടാ നീ പുറം ചൊറിയുന്നു. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സാ. ഇത്രയും കാലം അങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാണ്ടിരുന്നു. പക്ഷേ ഇപ്പൊ ഇങ്ങള് കളം മാറ്റി ചവിട്ടി തുടങ്ങിയതും ഞാൻ അറിഞ്ഞു.